ഹലോ, കേരള ഫുഡ് റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോൾ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാള അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് തീ ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് മൂടി തുറക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 20 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറായിരിക്കുകയാണ്. ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.